എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് എങ്ങനെ അപേക്ഷിക്കാം, എപ്പോൾ അപേക്ഷിക്കാം, ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, അതുപോലെ എന്ത് ഓപ്ഷനാണ് കൊടുക്കുക, നിങ്ങൾ ഇപ്പോൾ കൊടുത്ത ഓപ്ഷനാണോ കൊടുക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങൾക്കുള്ള അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറയാം. നിങ്ങളുടെ ഈ ഒരു +1ന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റുകൾ വരാനുണ്ട്. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെന്റിന് ശേഷമാണ് വിദ്യാർത്ഥികളുടെ +1ന്റെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ തേർഡ് അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റിനായിട്ട് അതായത് തേർഡ് അലോട്ട്മെന്റ് വന്ന ശേഷം എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പെർമനന്റ് അഡ്മിഷൻ നേടിയ ശേഷം മാത്രമാണ് നിങ്ങൾക്ക് സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് എങ്ങോട്ടേക്കൊക്കെയാണ് ട്രാൻസ്ഫറിന് കൊടുക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടോ, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമായിട്ട് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊരു ട്രാൻസ്ഫർ ഇല്ല. നിങ്ങൾക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക, ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് മറ്റൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ അല്ലെങ്കിൽ സെയിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ മറ്റൊരു കോഴ്സിലേക്കോ ആണ് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുക. അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ട്രാൻസ്ഫർ മാത്രമേ ഇതിൽ ഉണ്ടായിരിക്കുള്ളൂ. അല്ലാതെ ഹയർ സെക്കൻഡറിയിലേക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ഹയർ സെക്കൻഡറിയിലേക്ക് പോകണമെങ്കിൽ ഹയർ സെക്കൻഡറിയുടെ അലോട്ട്മെന്റിൽ പങ്കെടുത്താൽ മാത്രമേ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് അഡ്മിഷനായിട്ട് പോകാൻ പറ്റുക. നിലവിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടാകുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമാണ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇനി ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടണമെങ്കിൽ ഹയർ സെക്കൻഡറി അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. HSK വെബ്സൈറ്റ് വഴി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമാണ് ട്രാൻസ്ഫർ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഓപ്ഷൻ നൽകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കുക ഈ ഒരു രീതിയിലൊക്കെയാണ്. അതായത് പെർമനന്റ് അഡ്മിഷൻ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പെർമനന്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്, അതായത് തേർഡ് അലോട്ട്മെന്റിന് ശേഷം പെർമനന്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. അപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു VHSE സ്കൂളിൽ നിന്നും മറ്റൊരു VHSE സ്കൂളിലേക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ A എന്ന VHSE സ്കൂളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു സ്കൂളിൽ നിന്ന് തന്നെ ആ ഒരു സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് കൊടുക്കാം. അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും ആ ഒരു മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊടുക്കാം. അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാം. അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാറുന്നതിനായിട്ട് ട്രാൻസ്ഫറിനായിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്കൂളും കോഴ്സും അതുപോലെ ജില്ലയും മാറുന്നതിനായിട്ട് സാധിക്കും. സ്കൂൾ മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് മറ്റൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫർ മുഖേന നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഓപ്ഷൻ നൽകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നൽകിയ ഓപ്ഷൻ അല്ല ആ ഒരു സമയത്ത് ഉണ്ടാവുക. നിങ്ങൾക്ക് എങ്ങോട്ടേക്കൊക്കെ മാറണം അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ A എന്ന ഒരു സ്കൂളിലാണ് അഡ്മിഷൻ നേടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ A എന്ന ഒരു സ്കൂളിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങളിപ്പോൾ ഒരു 5 ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ കൊടുത്ത സമയത്ത് അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ കൊടുത്ത ഓപ്ഷൻ അല്ല, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വേണം അതിനനുസരിച്ചുള്ള ഓപ്ഷനുകളാണ് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് പുതിയ ഓപ്ഷനുകളാണ് നിങ്ങൾ നൽകുന്നത്. അപ്പോൾ ഇങ്ങനെ നൽകുന്ന ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ A എന്ന സ്കൂളിലെ അഡ്മിഷൻ എവിടെയാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വരുന്ന ഫീസ് അടച്ചാൽ മതിയാകും. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിലവിലെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ വാങ്ങി പുതിയ സ്കൂളിൽ നിങ്ങൾ പോയിട്ട് നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സ്കൂൾ മാറേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കോഴ്സ് മാറ്റമാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ കോഴ്സ് മാറേണ്ടതായിട്ട് വരും. അതുപോലെ ജില്ലാ മാറ്റമാണ് കിട്ടിയുള്ളതെങ്കിൽ ജില്ല മാറിയിട്ട് മറ്റൊരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കും മുമ്പായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് നിങ്ങൾ അപേക്ഷിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് വേണ്ട, മുമ്പ് കിട്ടിയ സീറ്റ് മതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ തന്നെയാണ് നൽകിയതെന്ന് ഉറപ്പുവരുത്തുക. ഇനി വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ എങ്ങനെയാണ്
സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ലിങ്ക് വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ്, യൂസർ നെയിം എന്ന് പറയുമ്പോൾ മൊബൈൽ നമ്പറാണ്, നിങ്ങളുടെ രജിസ്ട്രേഷൻ അപേക്ഷ കൊടുത്തപ്പോൾ നൽകിയ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു പാസ്വേഡും കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു പേജിൽ കാണുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേജിൽ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ആ ഒരു പേജിലും കാണാൻ പറ്റും. അതും കൃത്യമായിട്ട് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കുന്നതാണ്, അതായത് ഒരു പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അല്ല, ഈ ഒരു സെൻഡ് OTP എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. കാരണം നിങ്ങൾ തന്നെയാണ് ട്രാൻസ്ഫറിന് കൊടുക്കുന്നത് എന്നുള്ള ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതോടെ നിങ്ങളുടെ ഫോണിലേക്ക് ഈ ഒരു +1 അപേക്ഷ സമർപ്പിച്ച ആ ഒരു ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, അതായത് +1 അല്ല SSLCയുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ എന്ന സ്കൂളിലാണ്, എന്ന VHSE സ്കൂളിലാണ്, അതായത് VHSE നിന്ന് VHSEയിലേക്ക് മാറാൻ പറ്റുമെന്ന് നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ എന്ന സ്കൂളിൽ നിന്നും എന്ന സ്കൂളിലേക്ക് തന്നെ മറ്റൊരു സബ്ജക്റ്റിലേക്ക് നിങ്ങൾക്ക് മാറണമെങ്കിൽ അങ്ങനെ മാറാം. അതുപോലെ തന്നെ എന്ന സ്കൂളിൽ നിന്നും B എന്ന സ്കൂളിലേക്ക് മാറാം, അതായത് കോഴ്സ് ഒന്നും മാറാതെ മാറാം. അതുപോലെ തന്നെ എന്ന സ്കൂളിൽ നിന്നും B എന്ന സ്കൂളിലേക്ക് മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് കോഴ്സ് ചേഞ്ച് ആയിട്ട് മാറാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ന സ്കൂളിൽ നിന്നും ഈ ഒരു, അതായത് നിങ്ങൾ ഇതുവരെ വെച്ചിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും മറ്റൊരു ജില്ലയിലെ സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. അതായത് എന്ന സ്കൂളിൽ നിന്നും C എന്ന മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിൽ വെക്കാം. അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ട്രാൻസ്ഫർ ആയിട്ടുള്ള ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട എല്ലാവിധ ഓപ്ഷനുകളും നൽകി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഏത് സ്കൂളിലാണോ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനെ നിങ്ങൾ ഒരു നിശ്ചിത ദിവസത്തിനകം നിങ്ങൾ, അതായത് ആ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് ഈ ഒരു അപേക്ഷ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന അപേക്ഷയിൽ നിങ്ങളുടെ സിഗ്നേച്ചറും നിങ്ങളുടെ പാരൻറ്റിൻ്റെ സിഗ്നേച്ചറും ഇടാനുള്ള ഭാഗമുണ്ടാകും. അത് കൃത്യമായിട്ട് നിങ്ങളും നിങ്ങളുടെ പാരൻറ്റും അതിൽ സൈൻ ചെയ്യണം. സൈൻ ചെയ്തിട്ട് വേണം സ്കൂളിൽ കൊടുക്കാനായിട്ട്. സ്കൂളിൽ കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ, ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യും. ഇങ്ങനെ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ട്രാൻസ്ഫറിനായിട്ട് പരിഗണിക്കും. ഇതിന് ശേഷം പിന്നീട് ഏകദേശം ഒരു 2 ദിവസം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരും. അങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇപ്പോൾ എന്നൊരു സ്കൂളിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ്, അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിലെ ആ ഒരു സ്കൂളിൽ തന്നെ തുടരാൻ സാധിക്കുന്നതും, എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഒന്നും കിട്ടാതിരുന്നിട്ടില്ല, നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നൽകിയിട്ടുള്ള ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻ അനുസരിച്ചുകൊണ്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് ചിലപ്പോൾ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾ ഓപ്ഷൻ വെച്ചതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വല്ല ഫീസ് വരികയാണെങ്കിൽ അത് അടച്ചാൽ മതിയാകും. അതേസമയം മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് മറ്റൊരു സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടി വരിക. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും വിദ്യാർത്ഥികൾക്ക് പിന്നീട് അത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് നൽകുക മാത്രമല്ല, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ സ്കൂളിലെ, അതായത് നിങ്ങൾ ലാസ്റ്റ് അഡ്മിഷൻ നേടിയ സ്കൂളിലെ പ്രിൻസിപ്പാളിന് നൽകുകയും സ്കൂളിൽ നിന്ന് അത് വെരിഫൈ ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിലാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങളെ പരിഗണിക്കുക. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറുമെന്ന് ഉറപ്പാണോ എന്നുള്ളതാണ്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ അഡ്മിഷൻ നേടി പിന്നീട് ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് അത് വേണ്ട എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കും മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.